ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. എങ്ങനെയാണ് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ കഴിഞ്ഞ ശേഷം ഇങ്ങനൊരു വ്യൂ ആണ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കാണുക. ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ന്യൂ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പ്രൊജക്റ്റ് എന്നിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ടാബ്ലറ്റും അതുപോലെ ആൻഡ്രോയിഡ് ഫോണുകൾക്കുമുള്ള ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനാണ്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് പ്രൊജക്റ്റിൻ്റെ ഒരു ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ കുറേ ആക്ടിവിറ്റി ഡിഫാൾട്ടായിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്, ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഡിഫാൾട്ടായിട്ട് തന്നെ കുറേ ടൈപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഫ്രാഗ്മെൻറ്റ് വ്യൂ മോഡൽ, ബേസിക് ആക്ടിവിറ്റി, MT ആക്ടിവിറ്റി. താഴോട്ട് പോയി കഴിഞ്ഞാൽ മാപ്പിൻ്റെ ആക്ടിവിറ്റി ഉണ്ട്, പിന്നെ ലോഗിൻ ആക്ടിവിറ്റി ഉണ്ട്, സ്ക്രോളിംഗ് ആക്ടിവിറ്റി ഉണ്ട്, ബോട്ട് നാവിഗേഷൻ ആക്ടിവിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ MT ആക്ടിവിറ്റി സെലക്ട് ചെയ്യുക. നമ്മൾ MT ആക്ടിവിറ്റി സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം, പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രൊജക്റ്റിന് നെയിം കൊടുക്കണം. പ്രൊജക്റ്റിന് പാക്കേജിന് ഒരു നെയിം ഉണ്ടാവും. അപ്പോൾ ഞാൻ പ്രൊജക്റ്റിൻ്റെ നെയിം മാറ്റിയാണ് മൈ സാമ്പിൾ പ്രൊജക്റ്റ് എന്നാക്കിയിട്ടുണ്ട്. പിന്നെ പ്രൊജക്റ്റിൻ്റെ പ്രൊജക്റ്റിൻ്റെ പാക്കേജ് നെയിമാണിത്. ഈ പാക്കേജ് നെയിം ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് നോക്കുക. ഇവിടെ ഉള്ളത് com.example.my sample എന്നാണ്. ഇപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ ഡൊമൈൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡൊമൈൻ്റെത് കൊടുക്കാം, ഡൊമൈൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൊമൈൻ കൊടുക്കും. ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന com.sample.my സാമ്പിൾ എന്നുള്ളൊരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ മാറ്റിയിട്ട് സാമ്പിൾ ആപ്പ് എന്നാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ പ്രൊജക്റ്റിൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ എവിടെയാണ് നമ്മൾ സേവ് ചെയ്യുന്നുള്ളത്. പിന്നെ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് 2 ടൈപ്പ് ലാംഗ്വേജ് ഉണ്ട്, കോട്ട്ലിനും ഉണ്ട്, ജാവയുണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്നത് ജാവയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ജാവ ഞാൻ സെലക്ട് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ കോട്ട്ലിനും ചെയ്യാം, നമുക്ക് കോട്ട്ലിനും ചെയ്യാം. നമ്മളിപ്പോൾ ചെയ്യുന്നത് ജാവയാണ്. കോട്ട്ലിൻ്റെ നമുക്ക് വേറെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ജാവ ഞാൻ സെലക്ട് ചെയ്ത് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ, ഫിനിഷ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റീൻ്റെ ഒരു പ്രൊജക്റ്റ് ഫയൽ ഓപ്പൺ ആവുന്നതാണ്. നമ്മൾ ID ഓപ്പൺ ആയി. ഈ IDയിലാണ് നമ്മൾ പ്രൊജക്റ്റൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് സമയം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലുകളൊക്കെ ബിൽഡ് ചെയ്യാനൊരു ലോഡിങ്ങിലാണ്. ഇപ്പോൾ ID വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ IDയിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ, ഈ 2 ടൈപ്പ് ഫയൽസ് ഓപ്പണായി വന്നിട്ടുണ്ടാവും. ഒന്ന് XML ഫയലും ഒന്ന് ജാവ ഫയലും. ഒന്ന് മെയിൻ ആക്ടിവിറ്റി XML ഫയൽ. നമ്മൾ സെലക്ട് ചെയ്ത MT ആക്ടിവിറ്റിയാണ് ഇത്. ഇതിൻ്റെ ഡിസൈൻ വ്യൂ ആണ്. ഇതിൽ ഡിസൈൻ വ്യൂ ഉണ്ടാവും, അതിൻ്റെ കോഡ് വ്യൂ ഉണ്ടാവും. അപ്പോൾ ഡിസൈൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസൈൻ വ്യൂ കാണും. ഇവിടെ ടെക്സ്റ്റും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റിൻ്റെ വ്യൂ കാണും. ഇത് ഞാൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഇത് മെയിൻ ആക്ടിവിറ്റി. ഇവിടെ നമ്മൾ ജാവ പ്രോഗ്രാം എഴുതുന്നത്. ഇതിൻ്റെ ഫയലിൻ്റെ സ്ട്രക്ചറൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ആപ്പിൻ്റെ ഉള്ളിലാണ് നമ്മൾ കംപ്ലീറ്റ് ഫയൽസ് എടുക്കുന്നത്. ഇപ്പോൾ പിന്നെ അതിൽ മാനിഫെസ്റ്റ് എന്ന് പറയുന്നൊരു ഫയലുണ്ട്. ഈ മാനിഫെസ്റ്റിലാണ് ഈ നമ്മളെ ആപ്പ് ഫസ്റ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ലോഡ് ചെയ്യുന്ന ആ ഭാഗമായിരിക്കും. പിന്നെ നമ്മൾ ജാവൻ്റെ ഉള്ളിൽ 3 ഡയറക്ടറീസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് കാണിക്കുന്ന ഡയറക്ടറിയിലാണ് നമ്മളെ ജാവ പ്രോഗ്രാംസുകളൊക്കെ ഉണ്ടാവുക, ആക്ടിവിറ്റീൻ്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവുക. അവിടെയാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന ഭാഗമാണ് മെയിൻ ആക്ടിവിറ്റി കാണിക്കുന്നതാണ്. ഫസ്റ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണത്. പിന്നെ റിസോഴ്സിലാണ് നമ്മൾ ഇമേജസും ലേഔട്ടും നമ്മൾ കാണുന്ന ഡിസൈൻസുകളൊക്കെ ഉണ്ടാവുക. അതിലാണ് നമ്മൾ UI ഡിസൈനുകളൊക്കെ ഉണ്ടാവുന്ന അവിടെയാണ്. ഇത് നമ്മളൊരു UI ഡിസൈനാണ്. ആക്ടിവിറ്റി ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് മെയിൻ ആക്ടിവിറ്റീൻ്റെ ഡിസൈനിങ് പാർട്ട്. അപ്പോൾ ലേഔട്ടിനകത്തുള്ള മെയിൻ ആക്ടിവിറ്റി മെയിൻ എന്നുള്ള ഒരു XML ഫയലാണത്. അതിൽ നമ്മളൊരു ആക്ടിവിറ്റി ഇപ്പോൾ ഡ്രോയബിൾ കാണുന്നുണ്ട്. ഡ്രോയബിളിലാണ് നമ്മൾ ഇമേജസ് ഉണ്ടാവുക. പിന്നെ അതിൽ വാല്യൂസിൽ കളേഴ്സ് ഉണ്ടാവും, സ്ട്രിങ്സ് ഉണ്ടാവും. പിന്നെ അത് മിഡ് മാപ്പിലും ഇമേജസ്, നമ്മൾ ആപ്പിൻ്റെ ലോഗോസില്ല, മെനുവിൽ കാണിക്കുന്ന ലോഗോസ്. ഇപ്പോൾ നമ്മൾ കളർ എടുക്കുകയാണെങ്കിൽ, വാല്യൂസിൽ കളർ എടുക്കുകയാണെങ്കിൽ ഈ കളറിലാണ് ആപ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ കളറുകളും ഇവിടെ നമ്മൾ എഴുതി വെക്കുന്നത് ഇവിടെയാണ്. ഇതൊരു കളറാണ്. അതിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളറിൻ്റെ വ്യൂ കാണിക്കും. നമുക്ക് അവിടെ ചെന്ന് മാറ്റാൻ പറ്റും. ഇനി സ്ട്രിങ്സിലാണ് നമ്മൾ കാണിക്കുന്ന, ടാപ്പിൽ കാണിക്കുന്ന എല്ലാ ടെക്സ്റ്റുകളും നമ്മൾ അതിലാണ് എഴുതി വെക്കുക. സ്റ്റൈലിൽ നമ്മൾ ആപ്പിൻ്റെ തീം കളറുകളൊക്കെ അവിടെയാണ് സെറ്റ് ചെയ്യുക. പിന്നെ ഗ്രേഡിയൽ ഫയൽസ് ഉണ്ട്. ഗ്രേഡിയൽ ഫയൽസിൽ 2 ടൈപ്പ് ഗ്രേഡിയൽ ഉണ്ട്. ഒന്ന് പ്രൊജക്റ്റ് ടൈപ്പും ഉണ്ട്, ഒന്ന് മോഡ്യൂൾ ടൈപ്പും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ 2ലാണ് ഡിപ്പെൻഡൻസീസും തേർഡ് പാർട്ടി ലൈബ്രറീസൊക്കെ ആഡ് ചെയ്യുക. ഇപ്പോൾ ഗൂഗിളിൻ്റെ കുറേ ഡിപ്പെൻഡൻസി ഒക്കെ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഇതിലാണ് നമ്മൾ ആഡ് ചെയ്യുക. നമ്മൾ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ഗ്രേഡിയൽ ഫയൽസിലാണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുക. ഗ്രേഡിയൽ ഫയലാണ് ഇതിലുണ്ടാവുക. ആപ്പിൻ്റെ ഈ പാർട്ടിലാണ് നമ്മൾ ആപ്പിൻ്റെ വേർഷൻസും വേർഷൻ കോഡുകളൊക്കെ ഉണ്ടാവുക. നമ്മൾ പ്ലേ സ്റ്റോറിൽ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ് നമ്മൾ ഇതിൽ ചേഞ്ച് ചെയ്യുക ആപ്പിൻ്റെ വേർഷൻസൊക്കെ. പിന്നെ ഇവിടെയാണ് നമ്മൾ ഡിപ്പെൻഡൻസീസ് ആഡ് ചെയ്യുക. ആപ്പിൻ്റെ നമ്മൾ തേർഡ് പാർട്ടി ലൈബ്രറി യൂസ് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ ഗൂഗിളിൻ്റെ ലൈബ്രറീസൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും വല്ല പുതിയ ഡിസൈൻ്റെ മെറ്റീരിയൽസിൻ്റെ ഒക്കെ ഡിഫറൻസസ് ആഡ് ചെയ്യുക. പിന്നെ അത്
ഗൈഡ് ഫയലിൻ്റെ പ്രൊജക്റ്റ് ലെവലിൽ ഗൈഡ് ഫയൽ എടുക്കുകയാണ്. ഇതിലാണ് നമ്മൾ ഇപ്പോൾ ഓരോ ക്ലാസ് പാത്തുകളൊക്കെ ഉണ്ടാവും, ഫയർ ബേസിനൊക്കെ ഉണ്ടാകുന്ന പോലെ ഓരോ ക്ലാസ് പാത്തുകൾ ആഡ് ചെയ്യാനുള്ള സ്പേസാണ് അവിടെ. ഇതിൽ എത്ര ചെയ്യാനുള്ളൂ. പിന്നെ ടൂൾ ബാർ എങ്ങനെയാണ് നമുക്ക് ടൂൾ ബാറിൽ ടൂൾസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ഇത് ബിൽഡിംഗ് ടൂളാണ്. നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിൽഡ് ചെയ്ത് നോക്കാൻ എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് നോക്കാനുള്ള ബിൽഡ് ടൂളാണ്. കോഡ് ചെയ്തതിന് ശേഷം ബിൽഡ് ചെയ്യാനുള്ള ടൂളാണ്. ബിൽഡ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും എററുകൾ ഉണ്ടോ കോഡിൽ ആൻഡ്രോയിഡിലേക്ക് റൺ ചെയ്യുന്നതിന് മുന്നേ നമുക്കൊന്ന് ബിൽഡ് ചെയ്ത് നോക്കാനുള്ളതാണ്. പിന്നുള്ളത് നമുക്ക് ഇതിൽ എമുലേറ്റർ, അത് നമ്മൾ ആൻഡ്രോയിഡ് അത് നമുക്ക് റൺ ചെയ്ത് നോക്കാൻ ഏതെങ്കിലും നമ്മൾ അല്ലെങ്കിൽ ഫോൺ റിയൽ ഡിവൈസ് ആണോ, അതായത് നമ്മളെ കയ്യിലുള്ള ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഇല്ല ഇപ്പോൾ ഞാൻ അതിലൊരു Pixel 2 എന്ന് പറയുന്ന ഒരു ഫോണ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിൽ കാണിക്കുന്ന സിസ്റ്റത്തിൽ തന്നെ കാണിക്കുന്ന ഒരു ഡിവൈസാണ്. ഫിസിക്കലി നമ്മളെ കയ്യിലുള്ള ഫോണിലാവില്ല ഇത് റൺ ചെയ്യുക എന്ന് പറയും. നമ്മൾ എനിക്ക് എമുലേറ്റർ എന്നൊക്കെ പറയും, അതാണ്. പിന്നെ കഴിഞ്ഞാൽ ഇത് ഡീബഗിങ് ബട്ടനാണ്. അതിൻ്റെ അപ്പുറത്തൊരു പ്ലേ ബട്ടൺ കാണുന്നുണ്ട്. ആ പ്ലേ ബട്ടണാണ് റൺ ചെയ്യാൻ, ആ ഡിവൈസ്ക്ക് റൺ ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് റീസ്റ്റാർട്ട് ആക്ടിവിറ്റി. റീസ്റ്റാർട്ട് ആക്ടിവിറ്റി എന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ കോഡിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് തന്നെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഡീബഗിങ് അല്ല ആൻഡ്രോയിഡ് ഡിവൈസ് മാനേജറാണ്. അതായത് വെർച്വൽ ഡിവൈസ് ആയിരിക്കും നമ്മൾ ഡിസ്പ്ലേ പറഞ്ഞിട്ടുള്ള Pixel 2 ആണ് ഇത്. ഇപ്പോൾ നമുക്കൊരു ക്രിയേറ്റ് ചെയ്ത് കണ്ട് പുതിയൊരു ഫോൺ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി ഞാൻ ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ അങ്ങനെ ക്രിയേറ്റ് കാണിക്കാം. ക്രിയേറ്റ് നിൽക്കുക. അതിൽ നമുക്ക് ഏത് ടൈപ്പ് ഡിവൈസാണ് വേണ്ടത്. TV ഉണ്ട്, ഫോണുണ്ട്, വാച്ച് OS ഉണ്ട്, ടാബ്ലറ്റ് ഉണ്ട്. നമുക്ക് ഈ 4 ടൈപ്പ് ഇതിലിപ്പോൾ ഉണ്ട്. ഇനി നമ്മൾ Pixel XL ആണെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്പ്ലേൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കാണിക്കും. നമ്മൾ Pixel കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് അടിക്കുക. ഇതിലേക്ക് വേണ്ട ആൻഡ്രോയിഡിൻ്റെ വോയിസുകളാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ലേറ്റ് വന്നിട്ടുള്ള ആൻഡ്രോയിഡ് 6, Q, 5 ഒക്കെ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് വേണ്ടത് വെച്ചാൽ അത് ഡൗൺലോഡ് ചെയ്താൽ മതി. ഡൗൺലോഡ് ചെയ്താണെങ്കിൽ നെക്സ്റ്റ് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഓൾറെഡി ഒന്ന് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പം എനിക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഒരു ഡിവൈസ് റൺ ചെയ്ത് നോക്കാം. അതിന് പ്ലേ ബട്ടൺ നോക്കി കഴിഞ്ഞാൽ ഡിവൈസ് സിമുലേറ്റർ ഓൺ ആവും. അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈസ് ഓപ്പണായി വരും. ഇതാണ് ഡിവൈസ്. ഇത് സാധാരണ ഒരു ഫോൺ രൂപത്തിൽ തന്നെയാണ് ഇത് ഉണ്ടാവുക. ഇപ്പോൾ എല്ലാ ഫോണിലെല്ലാം ഒരുവിധ ആപ്ലിക്കേഷൻസും പ്ലേ സ്റ്റോർസും നമുക്ക് ബ്രൗസ് ചെയ്യാനുള്ളതും നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പ്രൊജക്ട്സുകളൊക്കെ ഇതിലുണ്ടാവും. ഇപ്പോൾ നമുക്ക് സാധാരണ ഒരു ഫോൺ പോലെ തന്നെയാണ്. ഫോണായിട്ട് ഒരു മാറ്റം ഉണ്ടാവില്ല. നമുക്ക് സാധാരണ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഇത് അങ്ങനെ നമ്മൾ എമുലേറ്റർ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. കാരണം നമ്മൾ പ്രൊജക്റ്റ് ഇപ്പോൾ റൺ ചെയ്യുന്നില്ല. അതുകൊണ്ട് ചെറിയ കോൺഫിഗറേഷനുള്ള സിസ്റ്റം ഒക്കെ ആണെങ്കിൽ ഇത് റിസ്ക് ആണ്. അതായത് നല്ല ലോഡിങ് എടുക്കും. മാനിഫെസ്റ്റ് ഫയൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ മാനിഫെസ്റ്റ് ഫയലിലാണ് പുതിയ പ്രൊജക്റ്റ് ഒരു ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്ത് അതിൽ ആഡ് ചെയ്യണം. ഇപ്പോൾ ഒന്ന് വ്യക്തമാക്കി കാണിച്ചു തരാം. ഇതിൽ മെയിൻ ആക്ടിവിറ്റി ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഇൻറ്റൻറ്റ് ഫിൽറ്റർ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി മെയിൻ ആക്ടിവിറ്റി ഇത് ഫസ്റ്റ് നമ്മൾ ആപ്പ് ഓപ്പൺ ആക്കി വരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചത് ജാവയിൽ പോവുകയാണെങ്കിൽ ജാവയിലെ മെയിൻ ആക്ടിവിറ്റിയാണ് ഇവിടെ മാനിഫെസ്റ്റിൽ കാണിക്കുന്നത്. ഇപ്പോൾ മാനിഫെസ്റ്റ് കാണിക്കുന്ന മെയിൻ ആക്ടിവിറ്റിയാണ് ഇത്. ഫസ്റ്റ് ആപ്പ് ഓപ്പൺ ആക്കി വരുന്ന ലോഞ്ചർ ആക്ടിവിറ്റിയും കൂടിയാണ്. അതുകൊണ്ടാണ് ഈ ഇൻറ്റൻറ്റ് ഫിൽറ്ററിൽ നമ്മൾ ഈ 2 കാറ്റഗറിയും ഈ ആക്ഷനും കൊടുത്തിട്ടുള്ളത്. ഒരു കാറ്റഗറി ഒരു ആക്ഷനും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ആപ്പ് നമ്മൾ ഓപ്പൺ ആയി വരുന്ന സമയത്ത് ഈ ഒരു ആക്ടിവിറ്റിയിലോട്ടാണ് ഫസ്റ്റ്. ഇപ്പോൾ നമ്മൾ ലോഗിനിലെ ഒരു ആക്ടിവിറ്റി ഒരു പേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയക്കാൻ വരിക. അതുപോലെ മെയിൻ ആക്ടിവിറ്റിയാണ് നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ഡിഫാൾട്ടായിട്ട് ക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ അതിലോട്ടാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഐക്കൺ കാണിക്കുന്നതാണ് ആപ്പിൻ്റെ ഐക്കൺ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് മിഡ് മാപ്പിൽ കാണിക്കുന്ന ഈ ലോഞ്ചർ. അതായത് നമ്മളെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മെനുവിൽ കാണിക്കില്ല. അത് ഇപ്പോൾ നമ്മൾ സ്റ്റൈൽ കൊടുത്തിട്ടുള്ളതാണ് ഇത് തീം. പിന്നെ ഇതാണ് ഇത്ര മാനിഫെസ്റ്റിലുള്ള ജാവ ക്ലാസ് ഒന്ന് പോയി നോക്കാം. ഇതാണ് നമ്മൾ മെയിൻ ആക്ടിവിറ്റി. മെയിൻ ആക്ടിവിറ്റിയിൽ ഈ കാണിക്കുന്നതാണ് ലേഔട്ട്. നമ്മളെ മെയിൻ XML ഫയൽ മെയിൻ ആക്ടിവിറ്റി XML ഫയലാണ്. ഇവിടെ നമ്മൾ പ്രോഗ്രാം എഴുതുക. നമുക്ക് വേറെ രൂപത്തിൽ പ്രോഗ്രാം ചെയ്താൽ ഇപ്പോൾ ഡയറക്റ്റ് അവിടെ ചെയ്താൽ തന്നെ ഒരു പ്രൈവറ്റ് വോയിഡ് ആയിട്ടൊരു നമ്മൾ കോൺസെപ്റ്റിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു വോയിഡ് ആയിട്ടൊരു ഓരോ ഫങ്ഷൻസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഞാൻ കമൻറ്റ് ചെയ്ത് കണ്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ ഇതേപോലെ സാമ്പിളായിട്ട് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും കമൻറ്റ് ചെയ്ത് ഇതിൻ്റെ അടിക്ക് നമുക്ക് എന്ത് ചെയ്യാം പ്രോഗ്രാം ചെയ്തിട്ട് ആ ഫംഗ്ഷനെ ഇവിടെ വിളിച്ചാൽ മതി. ഇപ്പോൾ സെറ്റ് എന്ന ഫംഗ്ഷൻ ഇതിനെ ഞാൻ വിളിച്ചതാണത്.
ഇപ്പോൾ അത് ഇത്രേ ഉള്ളൂ. ജാവൻ്റെ ക്ലാസ് ഇത്രേ ഉള്ളൂ. ഇതിൽ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. പിന്നെ XML ഫയൽ പോവുകയാണെങ്കിൽ ഇതൊരു ഡിസൈനാണ്. ഇതിൻ്റെ ഡിസൈൻ നമ്മുടെ മെയിൻ ആക്ടിവിറ്റിൻ്റെ ഡിസൈനാണ്. ഇതാണ് നമ്മൾ ആപ്പിൻ്റെ UI ഡിസൈൻ കാണുന്ന ഭാഗമാണിത്. നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെയാണ് നമ്മൾ XML ശരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യാം. നമുക്കിങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടും കോഡ് എഴുതിയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഇപ്പോൾ ഒരു ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് വ്യൂ ഉണ്ട് ഇതിൽ. ഞാൻ ഒരു ബട്ടണും കൂടി ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് നമ്മളിതൊരു ഡ്രാഗ് ചെയ്തുന്ന ഓരോ അതായത് നമ്മളിപ്പോൾ ഓരോ കോമ്പണൻസ് ഇവിടെ നിന്നാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ബട്ടൺ എന്നുള്ളൊരു കോമ്പണൻസ് അവിടെ ആഡ് ചെയ്തിട്ട് കഴിഞ്ഞ് ഇത് എറർ കാണിക്കുന്നത് എന്താ വെച്ചാൽ കൺസ്ട്രെയിൻ ചെയ്യാത്തതുകൊണ്ടാണ്. ഈ ബട്ടനെ കൺസ്ട്രെയിൻ ചെയ്യാത്തതുകൊണ്ടാണ്. കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രെയിൻ ലേഔട്ട് ആയതുകൊണ്ടാണ് കൺസ്ട്രെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഇതിൽ യൂസ് ചെയ്ത് കൺസ്ട്രെയിൻ ലേഔട്ടാണ്. ഇപ്പോൾ ഈ പുറത്തുള്ള ഭാഗം കൺസ്ട്രെയിൻ ലേഔട്ടാണ്. ഇപ്പോൾ ഈ യെല്ലോ വേൾഡിന് എന്ന് കണ്ടില്ല, നമ്മൾ ഓരോ ഭാഗത്തേക്കും കൺസ്ട്രെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടണിന് നമ്മൾ കൺസ്ട്രെയിൻ ചെയ്ത് കൊടുത്തിട്ടില്ല. ഈ വെറുതെ ഡ്രാഗ് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കോമ്പണൻസ് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളിത് എന്ത് ചെയ്യണം, കൺസ്ട്രെയിൻ ലേഔട്ടാണ് യൂസ് ചെയ്തെങ്കിൽ നമ്മൾ കൺസ്ട്രെയിൻ ചെയ്ത് കൊടുക്കണം. അതിനെപ്പറ്റിയൊക്കെ പിന്നീട് പറയാം. അതൊന്നും ഇപ്പോൾ പറഞ്ഞാൽ നമുക്ക് വല്ലാതൊന്നും മനസ്സിലാവില്ല. ഇപ്പോൾ ഞാനൊരു ടെക്സ്റ്റ് വ്യൂ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഇതുപോലെ തന്നെ അത് റീസൈക്കിൾ വ്യൂ എന്ന് പറഞ്ഞത് ഒരു ടൈപ്പ് ലിസ്റ്റ് വ്യൂ ആണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെയുള്ള ഓരോ ലിസ്റ്റുകൾ, കോൺടാക്ട് ലിസ്റ്റ് കാണില്ല, അതുപോലത്തെ ഓരോ ലിസ്റ്റുകൾ വരുന്ന വ്യൂ ആണ്. ഇത് ഡ്രാഗ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം എന്തിനാണ് ഇതിൻ്റെ സൈഡിൽ ഡൗൺലോഡിങ്ങിൻ്റെ ഒരു ആരോ കണ്ടില്ല. അപ്പം ഇത് ഡൗൺലോഡ് ചെയ്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്താൽ, അല്ലെങ്കിൽ ഡിപ്പെൻഡൻസിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രേഡഡ് ഫയലിൽ പോയിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. നമ്മളെ പ്രൊജക്റ്റ് ഡിപ്പെൻഡൻസിയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡിപ്പെൻഡൻസിയിൽ ആഡ് ആവും. ഇപ്പോൾ സിങ്ക് ആവുന്നുണ്ട്. നമ്മൾ ഗ്രേഡഡ് ഫയലിൽ പോയി കഴിഞ്ഞാൽ, മോഡ്യൂൾ ലെവൽ ഗ്രേഡഡ് ഫയലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം. അപ്പോൾ നമുക്കിത് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ, റീസൈക്കിൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഗ്രേഡഡ് ഫയലിൽ പോയി കഴിഞ്ഞാൽ റീസൈക്കിൾ വ്യൂ പറഞ്ഞ ഒരു ഡിപ്പെൻഡൻസി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതാണ് ആ റീസൈക്കിൾ വ്യൂവിൻ്റെ ഡിപ്പെൻഡൻസി. ഇങ്ങനെ നമുക്ക് ഓരോന്നും ചില മെറ്റീരിയൽ ഡിസൈനിങ്ങിനൊക്കെ നമ്മൾ ഡിപ്പെൻഡൻസി ആഡ് ചെയ്യണം. അപ്പോൾ ഫ്ലോട്ടിംഗ് ബട്ടണും അങ്ങനെ ചില ഡിസൈൻസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഡിപ്പെൻഡൻസീസ് ആഡ് ചെയ്യണം. പിന്നെ ഇതിൽ കുറേ ടെക്സ്റ്റ് വ്യൂസ് ഉണ്ട്. ഇതിൽ ഓരോ ടൈപ്പാണ്, ടൈം, ഡേറ്റ്, നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ നമുക്ക് ഓരോ ടൈമിലായിട്ട് പഠിക്കാം. ഇപ്പോൾ ബട്ടണൊക്കെ ആണല്ലേ, ബട്ടണിൻ്റെ കുറേ ഡിസൈൻസാണ്. ഇമേജ് ബട്ടണ്, ക്ലിപ്പ് ഗ്രൂപ്പ്, ക്ലിപ്പ്, ചെക്ക് ബോക്സ്, റേഡിയോ ഗ്രൂപ്പ്, റേഡിയോ ബട്ടണ്, അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ ചിലതിൻ്റെയൊക്കെ റൈറ്റ് സൈഡിൽ കാണിക്കുന്ന ഡൗൺലോഡ് കാണിക്കേണ്ടതൊക്കെ നമ്മൾ ഈ ഗ്രേഡഡ് ഫയലിൽ ഡിപ്പെൻഡൻസി ആഡ് ചെയ്യേണ്ട ടൈപ്പ് ഏതാണ്. ഇപ്പോൾ കാണിക്കുന്ന വിഡ്ജറ്റ്സുകളാണ് വ്യൂ, വെബ് വ്യൂ, അങ്ങനെ കുറേ ലോഡിങ്, പ്രോഗ്രസ് ബാർ, അങ്ങനെ കുറേ മെത്തേഡ്സ് ഉണ്ട്. പിന്നെ ലേഔട്ട്സുകളുണ്ട്. ഇതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് പഠിക്കാം, അതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ കൺസ്ട്രെയിൻ ലേഔട്ടിൽ എറർ കാണിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ കൺസ്ട്രെയിൻ ചെയ്യാത്തതുകൊണ്ടാണ്. കൺസ്ട്രെയിൻ ചെയ്യുന്നത് ഞാൻ ഈ ചെറിയ രൂപത്തിൽ കാണിക്കാം കൺസ്ട്രെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇതിപ്പോൾ കൺസ്ട്രെയിൻ ലേഔട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ ഫോണിനും ഓരോ സൈസ് ഡിസ്പ്ലേ ആയതുകൊണ്ടാണ്. അപ്പോൾ അതിൽ ഫിറ്റായി വരാൻ വേണ്ടിയിട്ടാണ്. ഓരോ ഫോൺ മാറുമ്പോഴും ഡിസൈനിൽ മാറ്റങ്ങളൊന്നും വരാതെ ഒരുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഓരോ ടൈപ്പ് കണ്ടെയ്നേഴ്സാണ്. ഇപ്പോൾ ഫോക്കസ്, അങ്ങനെ കുറേ ടൈപ്പ് കണ്ടെയ്നേഴ്സ് ഉണ്ട്. പിന്നെ ഗ്രിഡ് ലേഔട്ട്, ലിസ്റ്റ്, ടാബ് ഹോസ്റ്റ്, റിലേറ്റീവ് ലേഔട്ട് ഗൂഗിളിൻ്റെ ആണ്. ആഡ് വ്യൂ, ഇപ്പോൾ നമ്മൾ പരസ്യം കാണുന്ന സംഭവം. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മൾ ബട്ടണും ഈ ഹലോ വേൾഡ് നമ്മളൊന്ന് സെൻറ്ററിലാക്കി വെച്ചിട്ടുണ്ട്. ഈ ബട്ടൺ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ അലൈൻ ചെയ്ത് വെച്ചിട്ടില്ല. അത് സെൻറ്ററിലാണെങ്കിലും നമ്മൾ കൺസ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടില്ല. ഇനി നമ്മൾ ആ പ്ലേ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഡിവൈസ് ഓണായി വരും. ഡിവൈസ് ഓണായി വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇതിലോട്ടുണ്ട്. അപ്പോൾ ബൂട്ട് ചെയ്ത് വരാനുള്ളൊരു സമയം എടുക്കണം. ഈ ഒരു വോയിസ് ഇതിൽ ബൂട്ട് ചെയ്ത് വരുന്ന ആൻഡ്രോയിഡ് ഒന്ന് ബൂട്ട് ചെയ്താൽ സമയം എടുക്കും. ഇപ്പോൾ നമ്മൾ ആപ്പ് റൺ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോമാറ്റിക്കലി ഇത് റണ്ണാവും. ഇപ്പോൾ നമ്മൾ സാധാ ഡിവൈസ് പോലെ നമുക്കിത് കാണാം. ഇപ്പോൾ ഈ ബട്ടൺ കണ്ടില്ലേ, ഇവിടെ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ അലൈൻ ചെയ്യാത്ത ഇത് ബട്ടൺ നമ്മൾ എന്തില്ല കൺസ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടില്ല. ഈ ടെക്സ്റ്റ് വ്യൂ മാത്രം നമ്മൾ ഹലോ വേൾഡ് മാത്രം നമ്മൾ കൺസ്ട്രെയിൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ബട്ടൺ അവിടെ വന്നിരിക്കുന്നത്. കൺസ്ട്രെയിൻ ചെയ്യണം. കൺസ്ട്രെയിൻ ലേഔട്ടിൽ എന്ത് കോമ്പണൻസ് നമ്മൾ കൊണ്ടുവച്ചാലും അതിന് നമ്മൾ കൺസ്ട്രെയിൻ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനെ കറക്റ്റ് വ്യൂ എവിടെയാണ് നമ്മൾ പൊസിഷൻ ചെയ്ത് വെച്ചിട്ടില്ല അവിടെ വന്ന് നിൽക്കുള്ളൂ. ഓരോ ഫോണിനും ഓരോ ഡിസ്പ്ലേ ആയതുകൊണ്ട് അതിനനുസരിച്ച് ഇത് ഓട്ടോമാറ്റിക്കലി അവിടെ വന്ന് റെസ്പോൺസീവായിട്ട് നിൽക്കും. അതാണ് കൺസ്ട്രെയിൻ ലേഔട്ടിൻ്റെ ഒരു. ഇപ്പോൾ ഈ ബട്ടൺ അതാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ബട്ടൺ നമ്മൾ കാണുന്ന ഡിസൈനിങ് പാർട്ടിൽ ഇവിടെ ആണെങ്കിലും
നമുക്ക് അവിടെ ആകത്തില്ല. നമ്മൾ കോഡ് ഡിസൈനിൽ പോയി നോക്കി കഴിഞ്ഞാൽ എററായിട്ട് കാണിക്കുന്നുണ്ടാവും. ഈ ബട്ടൺ ആണല്ല, ഈ ബട്ടണിൻ്റെ കോഡാണ് ശരിക്കും XML കോഡാണ് നമുക്ക് ഇങ്ങനെ കാണിക്കുക. പക്ഷേ ബട്ടൺ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, കൺസ്ട്രെയിൻ ചെയ്തിട്ടില്ല. നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ കൺസ്ട്രെയിൻ ചെയ്യുന്നതില്ലത് നമ്മൾ കാണിച്ച് തരാം. അപ്പോൾ ഈ ബട്ടൺ തൽക്കാലം നമ്മൾ റിമൂവ് ചെയ്ത് അതാണ് കൺസ്ട്രെയിൻ ലേഔട്ട്. ഈ ടെക്സ്റ്റ് വ്യൂ മാത്രമേ ഇതിൽ ഉള്ളൂ, XML ഫയലിൻ്റെ ടെക്സ്റ്റ് വ്യൂ മാത്രമേ ഉള്ളൂ. അതിന് നമ്മൾ കൺസ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുമുണ്ട്. റൈറ്റും ലെഫ്റ്റും അങ്ങനെ 4 ഭാഗത്തേക്ക് നമ്മൾ ടോപ്പും ബോട്ടും ആയിട്ട് 4 ഭാഗത്തേക്ക് നമ്മൾ കൺസ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഒരു കോമൻസ് ആഡ് ചെയ്യാം. ഇപ്പോൾ ബട്ടൺ എന്നുള്ള സാധനം നമുക്ക് ഡ്രാഗ് ചെയ്യാതെ തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ഭാഗത്തേക്ക് പുതിയ ഒന്ന് ചെയ്യാണ്. ഇപ്പോൾ ഇതിൽ ബട്ടൺ കഴിയുമ്പം വിടുത്ത് പറയുന്നുണ്ട്, ലേഔട്ട് വിടുത്ത് മച്ച് പാരൻ്റ് എന്ന് കൊടുത്താൽ ഈ സ്ക്രീനിൻ്റെ മൊത്തം വിടുത്തായിരിക്കും മച്ച് പാരൻ്റ് എന്ന് കൊടുത്താൽ. റാപ്പ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ കോമൻസ് അതിനനുസരിച്ച് എത്രയാണ് സൈസ് വരേണ്ടത് അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി എടുക്കും റാപ്പ് കണ്ടൻറ്റ് ആയി കഴിഞ്ഞാൽ. അതൊക്കെ നമുക്ക് ഓരോ എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ടെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യണം ബട്ടണ്. അപ്പോൾ ഈ ടെക്സ്റ്റിന് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് റാപ്പ് കണ്ടൻറ്റ് കൊടുത്തുകൊണ്ട് തന്നെ പുതിയ ലൈൻ ആഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വലുതായി വരും. ഇപ്പോൾ ഇനിയൊരു ലൈനും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ വലുതായി വരും. അപ്പോൾ മച്ച് പാരൻ്റ് ആയി കഴിഞ്ഞാൽ എത്രയാണോ ഹൈറ്റിൽ ഇപ്പോൾ നമ്മൾ മച്ച് പാരൻ്റ് കൊടുത്താൽ എത്രയാണോ ഹൈറ്റ് അതിനനുസരിച്ച് വരും. ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇത്. /n ഇട്ട് കഴിഞ്ഞാലാണ് ന്യൂ ലൈൻ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ /n ഇട്ടുന്നത്. ഇത് മച്ച് പാരൻ്റ് ആക്കി കഴിഞ്ഞാൽ സ്ക്രീൻ മൊത്തത്തിൽ ബട്ടൺ ആയി കഴിഞ്ഞു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എററും പോയി. അതാകുമ്പോൾ നമുക്ക് കൺസ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ വിടുത്ത് ഒരു 100 dp കൊടുത്ത്, അപ്പോൾ നമുക്ക് എറർ വന്ന് കൺസ്ട്രെയിൻ ചെയ്യണം. ഞാൻ അതിൻ്റെ ഹൈറ്റും നമ്മൾ 100 dp കൊടുത്ത്, അപ്പോൾ ഇതിനെ നമ്മൾ കൺസ്ട്രെയിൻ ചെയ്യണം. ഞാൻ കൺസ്ട്രെയിൻ ചെയ്യണതിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു ഇത് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പോൾ ഈ ബട്ടൺ ഞാൻ സെൻറ്ററിൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഇനിയിപ്പോൾ ഞാൻ XML ഫയലിൽ ഞാൻ ഈ കൺസ്ട്രെയിൻ ചെയ്യുന്ന എങ്ങനെ കാണിച്ചു തരാം. ഇനി ആദ്യം യെല്ലോ വേൾഡ് ഇല്ല, ആദ്യം ഒന്ന് കളയാം. ഇതിൻ്റെ ഈ ടോപ്പിൽ വന്ന സർക്കിളിൽ വെച്ചിട്ട് മുകളിലോട്ട് ഒന്ന് ഡ്രാഗ് ചെയ്ത് അതിൻ്റെ ബോട്ടം സൈഡിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെൻട്രലായി നിൽക്കും. പക്ഷേ ഇതിൻ്റെ എറർ പോയിട്ടില്ല. ഇതിൻ്റെ ലെഫ്റ്റ് ഇതിന് 3 സൈഡ് നമ്മൾ കൺസ്ട്രെയിൻ ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ എറർ ഇല്ലാതിരിക്കുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും കൂടി ഒന്ന് കൺസ്ട്രെയിൻ ചെയ്ത് കൊടുത്ത്, ഇനി ഞാൻ ഇതിൻ്റെ റൈറ്റ് സൈഡും കൺസ്ട്രെയിൻ ചെയ്ത് കൊടുത്ത്, ഇപ്പോൾ ഇതിന് എററില്ല. ഇപ്പോൾ സെൻട്രലായിട്ട് ഡിസ്പ്ലേൻ്റെ മൊത്തം സെൻട്രലായിട്ട് നിൽക്കും. ഇപ്പോൾ ഞാൻ ടെക്സ്റ്റ് വ്യൂ കളയാണ്. ഇനി ഇപ്പോൾ ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിവൈസിൻ്റെ സെൻട്രലായിട്ടായിരിക്കും ഇത് കാണിക്കുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു റീസ്റ്റാർട്ട് ആക്ടിവിറ്റിയാണ് കൊടുത്തേക്കുന്നത്. ഇത് ചില കേസിൽ റീസ്റ്റാർട്ട് ആക്ടിവിറ്റി വർക്കാവില്ല. കാരണം എന്താ വെച്ചാൽ കൂടുതൽ കോഡിൽ മാറ്റം വരുത്തിയാൽ അത് വർക്കാവില്ല. ഇപ്പോൾ കണ്ടില്ല നമുക്കൊരു എറർ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ ഇതൊന്നുകൂടി റീഇൻസ്റ്റാൾ ചെയ്യാനാണ് പറഞ്ഞത്. റീഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പ്ലേ ബട്ടൺ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിൽക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്പ് ഫസ്റ്റ്ലി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യും. ഇപ്പോൾ ഈ ബട്ടൺ കണ്ടില്ലേ സെൻട്രലാണ് വന്നത്, കൺസ്ട്രെയിൻ ചെയ്തുകൊണ്ടാണ്. നമുക്ക് എററും ഇല്ല, സെൻട്രലാണ് വന്നത്, ആക്ടിവിറ്റീൻ്റെ സെൻട്രലായിട്ടാണ് വന്നത്. ഇതൊക്കെ നമ്മൾ ഓരോ കോമൻസും പ്രത്യേകം എടുത്ത് കൺസ്ട്രെയിൻ ചെയ്യുന്നത് കാണിക്കും, അത് വേറെ വീഡിയോ കാണിക്കും, അതിൽ കാണാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നു. ഇപ്പോൾ ഇതിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവില്ല, നമുക്ക് പ്രത്യേകം ഓരോ വീഡിയോസായി ചെയ്യുമ്പോഴേക്ക് പെട്ടെന്ന് മനസ്സിലാവും. Subscribe.